ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഇറ്റലിയുടെ നോർത്തേൺ പ്രവിശ്യയിലെ, അതായത് വെനറ്റോ എന്നറിയപ്പെടുന്ന വെനീസിയയുടെ ക്യാപിറ്റലായ വെനീസ് എന്ന സാംസ്കാരിക കേന്ദ്രത്തിൽ നഗരത്തിലേക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യൂറോപ്പിലെ ഒരു പ്രസിദ്ധ ആർട്ടിസ്റ്റ് നഗരമാണ്. ഒരുപക്ഷെ നമ്മൾ വെനീസിനെ കുറിച്ച് കൂടുതൽ കേട്ടിരിക്കുന്നത് ഷേക്സ്പിയറിൻ്റെ സാഹിത്യമായ ദ മർച്ചന്റ് ഓഫ് വെനീസ് ആ ഒരു നാടകത്തിലൂടെയാണ്. അതുപോലെ നമ്മൾ വെനീസിൻ്റെ കനാലുകളും മറ്റ് വാൾപേപ്പറുകളും മറ്റ് പോസ്റ്ററുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിലെ തന്നെയുള്ള ഒരു ആഗ്രഹമാണ് വെനീസിലെ ചരിത്ര പ്രസിദ്ധമായ നഗരങ്ങൾ, പ്രത്യേകിച്ച് 16-ാം നൂറ്റാണ്ടിൻ്റെ പൈതൃകവും അതുപോലെ തന്നെ ആ സംസ്കാര സമ്പുഷ്ടിയും ഒക്കെ ഇപ്പോഴും ദൃശ്യമാകുന്ന ഇപ്പോഴും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നഗരങ്ങളിൽ നിർമ്മിതികളും മനുഷ്യൻ ആ തലമുറകൾ കടന്നുപോയി മാത്രമല്ല, മറിച്ച് അന്നത്തെ കെട്ടിടങ്ങൾ, നിർമ്മിതികൾ അതെല്ലാം അതുപോലെ തന്നെ അവശേഷിക്കുകയാണ്. അപ്പോൾ ഇത്രയും വർഷം പഴക്കമുള്ള ഈ പൗരാണിക ഗ്രാമങ്ങളും നിർമ്മിതികളും വളരെ ഒരു ആകാംക്ഷ നിറഞ്ഞൊരു കാര്യമാണ്. ലണ്ടനിൽ നിന്നും യാത്ര പുറപ്പെട്ടത് വെനീസിൻ്റെ മാർക്കോപോളോ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ എയർപോർട്ട് വെനീസിൻ്റെ മെയിൻ ലാൻഡിലാണ്. അല്ലാതെ നമുക്ക് ഈ വെനീസിൻ്റെ, അതായത് ഈ ദ്വീപിലേക്ക് നമുക്ക് കിട്ടാൻ വിമാനമാർഗം കിട്ടുകയാണ്. മാർക്കോപോളോ എയർപോർട്ടിലെത്തിയ ശേഷം അതുകൊണ്ട് നമ്മൾ ഫെറി മാർഗം, അല്ലെങ്കിൽ നമുക്ക് മറ്റ് പ്രൈവറ്റ് ആയിട്ടുള്ള സ്പീഡ് ബോട്ടുകളോ റെൻ്റ് ഒക്കെ ആയിട്ടാണ് എടുത്തൊക്കെയാണ് നമ്മൾ ഈ വെനീസിൻ്റെ ദ്വീപുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇറ്റാലിയൻ ഭാഷയിൽ വെനേസിയ എന്ന റേഡിയോ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഈ വെനീസിലേക്ക് നമ്മൾ ഫെറി മാർഗം യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ വെനീസിൻ്റെ ഒരു ആകാശ കാഴ്ചയാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾക്കായിട്ട് പകർത്തിയിരിക്കുന്നത്. ഇപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ ചിത്രീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, കടൽ കായൽ മേഖലകളിൽ അതിശക്തമായ കാറ്റ് എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓണം കണ്ടിന്യൂസായിട്ട് പുറത്താൻ വളരെ റിസ്ക്കാണ്. പല പ്രാവശ്യം എനിക്കിപ്പോൾ വിൻഡ് വാർണിംഗ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനാൽ തന്നെ കുറച്ച് അതിൻ്റെ ഒരു ഒത്തിരി കൂടുതൽ ഉയരത്തിലേക്കൊന്നും പറത്താതെ അതിൻ്റെ ഏകദേശം ഒരു ഓവർവ്യൂ കിട്ടാൻ പാകത്തിന് ഞാൻ ചിത്രീകരിച്ച ശേഷം മറ്റു കാഴ്ചകളിലേക്ക് നടന്നു പോകാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ വെനീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 118 ദ്വീപസമൂഹങ്ങളാണ്. 18ഓളം ദ്വീപുകളും അതിനാൽ ബന്ധിതമായിട്ടുള്ള ഒരു നഗരമാണ്. അതിലാണ് നഗരമായ വെനീസ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ അതിനെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ റോഡുകൾ ഒന്നുമല്ല, മറിച്ച് 30ഓളം കനാലുകളാണ്. നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ വരുമ്പോൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക, ഈ കെട്ടിടങ്ങളുടെയൊക്കെ ഇടയിലൂടെ വെള്ളം പോലെ ഒഴുകുകയാണ്. അപ്പോൾ നമ്മൾ റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പോലെ അവരുടെ വീടുകളുടെ എൻട്രൻസിലേക്കുള്ള ഒരു കവാടങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് ചെറിയ കൊതുകുകളാണ്. അതൊക്കെ വഴിയാണ് ഈ കനാലുകളിൽ കൂടെ മെയിനായിട്ട് നമ്മൾ ചെറിയ കൊതുമ്പ് വള്ളങ്ങൾ പോലെയുള്ള, അല്ലെങ്കിൽ അവിടുത്തെ ഗൊണ്ടോല എന്നറിയപ്പെടുന്ന ഈ ചെറിയ വള്ളങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ നമുക്ക് തമാശയായിട്ട് തോന്നും. കാരണം എന്ന് വെച്ചാൽ വാതക്കിലേക്ക് നമ്മൾ വള്ളത്തിലെത്തുന്നു, അത് വെള്ളം കെട്ടിയിട്ട് ചുരാത്തേക്ക് വരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം വളരെ അത്ഭുതം തോന്നിയത് ഈ കെട്ടിടങ്ങളൊന്നും ഇത്ര കാലവും ഇങ്ങനെ ഈ വെള്ളത്തിൽ അല്ലെങ്കിൽ ഈ ഉപ്പ് വെള്ളത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴും അതൊന്നും ദ്രവിച്ചു പോകാത്തതിനെ സംബന്ധിച്ചോളം വളരെ അത്ഭുതകരമായിട്ട് തോന്നി. അന്നത്തെ ആ കാലഘട്ടത്തിൻ്റെ ആ ഒരു നിർമ്മിതികളുടെ ഒരു പ്രൗഢിയും അതിൻ്റെയൊക്കെ ആ ഒരു ലാസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും മറ്റു കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫെറി മാർഗം ഞാൻ വെനീസിൻ്റെ ഐലൻഡിലെത്തി. അവിടെ നിന്ന് നമ്മൾ ഇവിടുത്തെ പ്രധാന കാഴ്ചകളായിട്ടുള്ള പൊന്റെ ദി റിയൽട്ടോ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഏറ്റവും പഴക്കമേറിയ ഒരു പാലം, ലോകത്തിൽ അറിയപ്പെടുന്ന ഏകദേശം 1500കളിൽ നിർമ്മിക്കപ്പെട്ട ഒരു പാലം, ഗ്രാൻഡ് കനാലിന് മീതെയാണിത് പണിതിരിക്കുന്നത്. അപ്പോൾ
ഗ്രാൻഡ് കനാലിന് കുറുകെ ഏകദേശം 4ഓളം ബ്രിഡ്ജുകളുണ്ട്. അതിൽ ഏറ്റവും പഴക്കമാർന്ന ലോഡിൽ അറിയപ്പെടുന്ന ഒരു പാലമാണ് ഈ പുൻതേജ റിയാൾട്ടോ. അതുപോലെ തന്നെ ബ്രിഡ്ജ് ഓഫ് സൈസ് നിങ്ങൾക്ക് വീഡിയോയിൽ തുടർന്ന് കാണുവാൻ കഴിയും. ബ്രിഡ്ജ് ഓഫ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോഡ്ജ് പാലസിൽ നിന്ന്, അന്നത്തെ പാലസിൽ നിന്നും പ്രിസണിലേക്ക് ആൾക്കാരെ നടത്തിക്കൊണ്ട്, വിധി നിർണയിച്ച ശേഷം നടത്തിക്കൊണ്ട് അവരെ ശിക്ഷ നൽകുന്നതിനായിട്ട് ജയിലിലേക്ക് നടത്തിക്കൊണ്ടുപോയിരുന്നൊരു പാലമാണ്. അതിനെ നെടുവീർപ്പിൻ്റെ പാലം അഥവാ ബ്രിഡ്ജ് ഓഫ് സൈസ് എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഇരുമ്പഴികളിൽ കൂടെ അവസാനമായിട്ട് പുറം ലോകം വെളിച്ചമോ കണ്ട ശേഷം പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരു കാലത്തും പിന്നെ മരണമാണ് പിന്നീട് ഒരു കാലത്തും അവർ പകൽ വെളിച്ചം തന്നെ കണ്ടിരുന്നില്ല. തന്നെ വളരെ നെടുവീർപ്പോട് കൂടി പുറം ലോകത്തേക്കൊന്ന് നോക്കി കടന്നു പോകുന്ന സമയത്ത് നോക്കി കടന്നു പോകുന്ന ചിലപ്പോൾ വർഷങ്ങളോളം ഇങ്ങനെ ആ ജയിലുകളിൽ ഇരുണ്ട ജയിലറകളിൽ അവസാനിക്കുക. അപ്പോൾ ഒരു നെടുവീർപ്പിൻ്റെ പാലം എന്നാണ് അതുകൊണ്ട് തന്നെ ഇത് അറിയപ്പെടുന്നത്. അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പാലം, അതുപോലെ സെയിൻറ്റ് മാർക്സിൻ്റെ ഒരു ബസിലിക്കയുണ്ട്, വളരെ പഴക്കം. ആ യാത്രകളിലേക്കൊക്കെ നമുക്ക് തൽക്കാലം അങ്ങനെ നമ്മൾ ഫെറി മാർഗം ഈ വെനീസിൻ്റെ ദ്വീപുകളിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ കാണുന്ന പോലെ നമ്മുടെ പ്രഥമ ലക്ഷ്യം ഈ റിയാൾട്ടോ എന്ന ബ്രിഡ്ജ് കാണുന്നതാണ്. നമ്മൾ കാണുന്നത് പോലെ കെട്ടിടങ്ങൾക്കിടയിലൂടെ ഈ കായൽ കയറി ഒഴുകുന്ന, അതായത് കനാലുകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വെനീസിൻ്റെ സ്ട്രീറ്റുകൾ നമ്മൾ പോവുകയാണ്. അങ്ങനെയുള്ള കുറച്ച് സ്ട്രീറ്റുകളെ കാണാൻ കഴിയുള്ളൂ നമുക്ക്. നേരം വെളുത്ത് ഒരു 6 മണി 6:30 ആയിട്ടുള്ളൂ. ട്രഡീഷണൽ സ്റ്റൈൽ ബിൽഡിങ്ങുകളുണ്ട്. റിയാൾട്ടോ 16ാം സെഞ്ചുറി ബ്രിഡ്ജ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഞാൻ ഏകദേശം 6:30 ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ നഗരങ്ങളൊക്കെ നമുക്ക് വരുന്നതേ ഉള്ളൂ. പ്രധാന വരുമാനം എന്ന് പറയുന്നത് ഈ ടൂറിസവും അതുപോലെ തന്നെ വ്യാപാരങ്ങളൊക്കെയാണ്. ഞാൻ സാധാരണ എല്ലായിടത്തും പ്രധാന സ്ഥലങ്ങളെല്ലാം ഒരു നേരത്തെ എത്തിച്ചേരുന്ന രീതിയിൽ എത്തിക്കണം. നമുക്ക് തിരക്കില്ലാതെ സ്ഥലങ്ങളൊക്കെ കണ്ടുപോകാനും മാക്സിമം ആ ഒരു ദിവസം കൊണ്ട് തന്നെ അവിടെ എല്ലാം കണ്ടുപോകാൻ വേണ്ടിയായിട്ട് ആ ഒരു ലക്ഷ്യം വെച്ച് പരമാവധി ട്രാവൽ ചെയ്തു പോകാനുള്ളതാണ്. റിയാൾട്ടോ എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഒരു 16th സെഞ്ചുറി ബിൽഡിംഗ് ആണ്. ബ്രിഡ്ജാണ്. അപ്പോൾ ഇത് വെനീസിലെ ഗ്രാൻഡ് കനാലാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ അതിന് കുറുകെയാണ്.
ആ പാലത്തിൽ തന്നെ വിവിധതരം ആ പാലത്തിൽ തന്നെ ഷോപ്പുകളും അതുപോലെ തന്നെ ഒക്കെ ഉള്ള രീതിയിലാണ് പാലത്തിന് കൂടിയാണ് ഇതങ്ങനെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഒരു പാലമല്ല, മറിച്ച് ചരക്കുകൾക്ക് മൂവ് ചെയ്യാനും അതുപോലെ തന്നെ മനുഷ്യർക്ക് നടന്ന് സഞ്ചരിക്കാനൊക്കെയുള്ള ഒരു രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാൻഡ് കനാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഷയിൽ നമ്മുടെ നാഷണൽ ഹൈവേ ഒക്കെ പോലെയാണ്. ചെറിയ ചെറിയ കനാലുകളെ ബന്ധപ്പെടുത്തി മെയിൻ കനാലിലേക്ക് എന്നുള്ളൊരു രീതിയിലാണ്. കൊണ്ടോലകൾ എന്ന് പറയുന്ന വെനീസിൻ്റെ ട്രഡീഷണൽ അങ്ങനെ ചെറിയ തരം കനാലുകളും അതിലൂടെ ഗൊണ്ടോലകൾ എന്നറിയപ്പെടുന്ന ഈ കൊതുമ്പ് വള്ളങ്ങൾ പോലത്തെ അതിലും നീട്ടമുണ്ട്. നമ്മുടെ ഇവിടെ കാണുന്ന ചെറിയ കൊതുമ്പ് വള്ളങ്ങളെക്കാൾ നീട്ടമുണ്ട് അവർക്ക്. അങ്ങനെയുള്ള വള്ളങ്ങളും ഒക്കെയാണ് നമ്മൾ ഗൊണ്ടോലകൾ എന്നാണ് അവരുടെ പേര്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വെനീസിൻ്റെ മാർക്കറ്റ് സ്ക്വയറിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന ആ ഒരു സ്ക്വയറാണ് വെനീസിൻ്റെ വ്യാപാരങ്ങളെയൊക്കെ നിശ്ചയിച്ചിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ. അന്നത്തെ ബിൽഡിങ്ങുകളാണ് ഈ സൈഡുകളിലും കാണുന്ന ഇരുവശങ്ങളിലും കാണുന്ന ഈ വലിയ ബിൽഡിങ്ങുകൾ എല്ലാം അന്നത്തെ കാലഘട്ടത്തിൽ നിന്നുള്ള ബിൽഡിങ്ങുകൾ തന്നെയാണ്. ഇവിടെയാണ് വ്യാപാരങ്ങളുടെ എല്ലാം മെയിൻ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ഈ സെൻറ്റ് മാർക്സ് ബസിലിക്കയാണ്. ഇതും ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷനാണ്. അപ്പോൾ ഇവിടെ ഈ ബെഞ്ചുകൾ പോലെ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമുകൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആദ്യം ഞാൻ അത്ഭുതപ്പെട്ടത് എങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം എന്തെങ്കിലും നടക്കാൻ പോവുകയായിരിക്കുന്നു ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷേ അത് ആൾക്കാർക്ക് നടന്നു പോകാനാണ്. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വേലിയേറ്റമുണ്ടായി ഇവിടെ എല്ലാം വെള്ളമടിച്ച് കയറി ഒരു മുട്ടപ്പോളം വെള്ളമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയാണ് ആൾക്കാർ പിന്നീട് ടൂറിസ്റ്റുകൾ നടന്നു പോകുന്നത്. അതിനുവേണ്ടിയാണ് പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഇട്ടിരിക്കുകയാണ് എല്ലായിടത്തും. അത് ഏകദേശം ഞാനിപ്പോൾ തിരിച്ചു വരുന്ന ഒരു മണിക്കൂറിനുള്ളിൽ വെള്ളം കയറി തുടങ്ങിയിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ തുറന്നു വരുന്നതേ ഉള്ളൂ. സെയിൻറ്റ് മാർക്സ് ബസിലിക്കയൊക്കെ അതിൻ്റെ എൻട്രൻസിന് സമയമാകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് കാണാം. അപ്പോൾ ഞങ്ങൾ കായലിൻ്റെ സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം കൊണ്ടോലകളാണ്. ഇതെല്ലാം ഉടൻ ഇതിൻ്റെ എല്ലാം ഓണേഴ്സ് ഇവരുടെ ടൂറിസം ഇവരുടനെ അത് സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം ഇതെല്ലാം ഓരോന്ന് ബുക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗൊണ്ടോലകൾ പ്രധാനമായും യൂറോപ്പിൽ നിന്ന് ആൾക്കാർ അവരുടെ എന്താണ് കല്യാണമൊക്കെ കഴിഞ്ഞ് അത് ഹണിമൂൺ ട്രിപ്പൊക്കെ ആയിട്ടാണ്. അപ്പോൾ അവർക്കിങ്ങനെ എൻജോയ് ചെയ്യാനൊക്കെയുള്ള രീതിയിലാണ് സാധാരണ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടം പിന്നിട്ട് നമ്മൾ സെയിൻറ്റ് മാർക്സ് ബസിലിക്കയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ അതിന് മുന്നേ പറഞ്ഞതുപോലെ അതിൻ്റെ ആ കാണുന്ന ചിത്രങ്ങളെല്ലാം ഓരോ ചിത്രങ്ങളും അത് ആ ചുവരുകളിൽ ചിത്രീകരിച്ചിരിക്കുന്നതെല്ലാം ചെറിയ തരം ടൈലുകൾ പതിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. നമ്മൾ ഇന്നത്തെ ചിത്രങ്ങളിലൊക്കെ ഈ പിക്സലുകൾ, ഡിജിറ്റൽ ഇമേജുകളിൽ പിക്സൽ എന്ന് പറയുന്നത് പോലെ അതിൻ്റെയൊക്കെ ഒരു ഐഡിയ വന്നത് ഇതിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചു. കാരണം ഏകദേശം ഓർത്തു ഇന്നൊക്കെയാണ് നമുക്ക് വളരെ പല 4 അടി 6 അടി ഒക്കെ സ്ക്വയർ ഫീറ്റുകളിൽ നമുക്ക് ടൈലുകളുണ്ട്. അന്നത്തെ കാലത്ത് ഒരു ഭിത്തിയിൽ അല്ലെങ്കിൽ തറയിലൊരു ചിത്രീകരണം, ഒരു പിക്ചറൈസേഷൻ നടത്താൻ വേണ്ടി ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്റർ സ്ക്വയർ ഫീറ്റിലുള്ള ടൈലുകളൊക്കെയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. അന്നത്തെ കാലം ഉപയോഗിച്ചാണ് നമ്മൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ ചിത്രം ഭിത്തിയിൽ. പക്ഷെ അങ്ങനെയുള്ള ചെറിയ ടൈലുകൾ കൊണ്ടാണ് അവയെല്ലാം
രൂപീകരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് അത്ഭുതമാണ്. ഇതൊക്കെ നിർമ്മിക്കാൻ എടുത്തിരിക്കുന്ന മനുഷ്യപ്രയത്നം, ഇതിൻ്റെ പുറകിലുള്ള മനുഷ്യപ്രയത്നം വളരെ അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ പോകാം. Very slowly, we just keep walking. These two Venetians went by boat from Venice to Alexandria. ¿Quieres pasar o ya para allá no sería? No, hay que dar información que tengo acá. Basically. This is the windshield. അപ്പോൾ ഈ കാണുന്നതെല്ലാം മാർബിളുകളിൽ തീർത്തിരിക്കുന്ന വിസ്മയങ്ങളാണ്. അപ്പോൾ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെയും 12 ശിഷ്യന്മാരുടെയും പ്രതിമകളാണ് കാണുന്നത്. അവയൊക്കെ അതിൻ്റെ മാർബിൾ വിസ്മയങ്ങളാണ്. പല കളറുകളിലുള്ള മാർബിളുകൾ സംയോജിപ്പിച്ച് ഓരോരോ നിർമ്മിതികൾ വളരെ മനോഹരമാണ്. അതിൻ്റെ പഴക്കമാണ്, അതിൻ്റെ പൗരാണികതയും അതിൻ്റെ ഒരു പ്രൗഢിയാണ് ഇതിൻ്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. അതാണ് ആൾക്കാരെ കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മളടുത്തത് പോകുന്നത് ബ്രിഡ്ജ് ഓഫ് സൈസ് എന്ന നെടുവീർപ്പിൻ്റെ പാലത്തിലേക്കാണ്. അവിടെ നമുക്ക് എൻട്രൻസ് ഉണ്ടോ എന്നറിയത്തില്ല. ഏകദേശം ഇവിടെ 11:30 ഇതിൻ്റെ ഒരു ഓൾട്ടർ ഭാഗമാണ് പള്ളിയുടെ. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഈ സെയിൻറ്റ് മാർക്സ് ബസിലിക്കയുടെ മുകളിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്യാമറയിൽ കാണുമ്പോൾ അത്ര ഇത് തോന്നുന്നില്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ മാർബിളിൽ തീർത്തിരിക്കുന്ന ഒരു വിസ്മയമാണ്. മാർബിൾ തീർത്തിരിക്കുന്ന മാൻമെയ്ഡ് മാർബിൾ അല്ലേ, ഒരു മാൻമെയ്ഡ് മാർബിൾ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമ്മളങ്ങനെ ബ്രിഡ്ജ് ഓഫ് സൈസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ ബ്രിഡ്ജ് ഓഫ് സൈസ് എന്ന് പറഞ്ഞത്. തീരെ ചെറുതാണ്, പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ചരിത്ര പ്രസക്തിയും ഒക്കെയാണ് ഇതിൻ്റെ പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനും കീഴെ കാണുന്ന ഒരു കനാലാണ്. അവരുടെ ഗോണ്ടലകളിലൊക്കെ ആൾക്കാർ ടൂറിസ്റ്റുകൾ പോകുന്നതാണ്. അപ്പോൾ ആ കാണുന്ന ചെറിയ ജനലുകളിൽ കൂടിയായിരുന്നു കടവ് പുള്ളികൾ. അതിന് മുകളിലും കവേഡാണ്, ഒരു എൻക്ലോസ്ഡ് ബ്രിഡ്ജാണത്. അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ നടന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇതിൻ്റെ ഇപ്പുറം കായലുകളാണ്, കാണുന്നതെല്ലാം ഗോണ്ടലുകളാണ്. അവിടെ നിന്നാണ് നമ്മൾ നടന്ന് ഈ ബ്രിഡ്ജ് ഓഫ് സൈസിലേക്ക് വന്നിരിക്കുന്നത്. ബ്രിഡ്ജ് ഓഫ് സൈസിന് ഉള്ളിൽ ഞാൻ കൂടുതൽ പോകാൻ എനിക്ക് കഴിയുന്നില്ല, കാരണം ഇതെല്ലാം പാലസെല്ലാം ആക്സസ് അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ചരിത്ര പ്രസിദ്ധി ആർജിച്ച സ്ഥലങ്ങളെല്ലാം, വെനീസിൻ്റെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം വിസിറ്റ് ചെയ്ത് ഇനി നമ്മൾ സഞ്ചരിക്കേണ്ട ഒരു പ്രധാന ഗൊണ്ടോല റൈഡ് എന്ന് പറയുന്നത്. ഞാൻ മുന്നേ പറഞ്ഞത് ചെറിയ ചെറിയ വള്ളങ്ങളാണ്. അത് നിങ്ങൾ കാണുന്ന പോലെ ചെറിയ രണ്ടാൾക്കിരിക്കാൻ പാകത്തിന് സീറ്റുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്ന കാണാം. അതെല്ലാം
ഇങ്ങനെ ഈ ഹണിമൂണിനൊക്കെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഉള്ള സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഗിറ്റാറും മ്യൂസിക്കും ഒക്കെ ആയിട്ട് വളരെ എൻജോയ് ചെയ്ത് അവരെ എൻജോയ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലാണ് ക്രമീകരണം. അല്ലാതെയുള്ളൊരു ഷെയർഡ് ഗൊണ്ടോലയിലാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നത് ബ്രസീലിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. അപ്പോൾ അവരെന്നോട് ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്നവർക്ക് അവർക്ക് ഭയങ്കര ആകാംക്ഷ. അവരിൻ്റെ ഇന്ത്യയുടെ സംസാരിക്കുക. അപ്പോൾ അത് നമ്മുടെ അടിയിൽ കൂടെ പോയി പ്രത്യേകം ഇങ്ങനെ തലയിരിക്കാതെ ശ്രദ്ധിക്കണമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കൊണ്ടാലയുടെ സൈഡിലൊരു പ്രത്യേക രീതിയിലൊരു ഒരു ക്രമീകരണമുണ്ട്. അതിലാണ് ഈ തുഴ പോലെയുള്ള അത് വെച്ചിരിക്കുന്നത്. പൈപ്പോ എല്ലാം മ്യൂസിക്കൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ചെറിയ കനാലിൽ നിന്നും ഗ്രാൻഡ് കനാലിൽ ഏകദേശം 17 യൂറോളം വരുന്ന Essas coisas, esses presentes, turista tem que passar vermelho, não tem jeito. Isso, os outros eu perguntaria para eles.
E essa teve paciência com a fazer continha. Quelle piede se gli ha fatto un Italiano. Quelle piede se gli ha fatto un Italiano. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് കനാലിൽ നിന്നും തിരികെ ഈ ചെറിയ ഇടനാഴികൾ പോലെയുള്ള ചെറിയ ഈ കനാലുകളിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. ഏകദേശം 17 യൂറോളമാണ് ഈ ഒരു ഷെയർഡ് കൊണ്ടോല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഗ്രൂപ്പ് ആയിരിക്കില്ല, സെയിം ആയിരിക്കില്ല, മറിച്ച് പല ആൾക്കാർ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പിൽ നമുക്കും ഒരു സീറ്റ്, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം. അപ്പോൾ ഈ യാത്ര ഏകദേശം ഒരു 35-40 മിനിറ്റോളം എടുത്ത് ഉള്ള ഈ യാത്ര, ദീർഘങ്ങളായിട്ടുള്ള യാത്രകളൊക്കെ ഉണ്ട്, അതിനൊക്കെ കൂടുതൽ റേറ്റുകൾ കൂടുതലാണ്. നമ്മൾ സംബന്ധിച്ചോളം ധാരാളമായി, കാരണം ചെറിയ കനാലുകളിലൂടെ എല്ലാം കടന്ന് ഗ്രാൻഡ് കനാലിലും പോയി നമ്മളങ്ങനെ ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഏകദേശം നമുക്ക് ആവശ്യത്തിനുള്ള ഒരു എക്സ്പീരിയൻസായി. അപ്പോൾ ഈ വെനീസിലെത്തുന്നവരെ സംബന്ധിച്ചോളം ഈ ഗൊണ്ടോല റൈഡ് എന്ന് പറയുന്നത് അവിസ്മരണീയമായ ഒരു അനുഭവമാണ്. അത് നമുക്ക് ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എന്താണ് പറയുന്നത്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെ നമ്മൾ ഈ യാത്രയെല്ലാം പര്യവസാനിപ്പിച്ച് നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനമായ റോമിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ നിന്നും ഏകദേശം 2:30 ആയിരിക്കുകയാണ്. ചെറിയ മഴയും ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാ വീഡിയോയൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മഴ പെയ്ത് കഴിയുമ്പോൾ ഇവിടെ വെള്ളമെല്ലാം കെട്ടി, കാരണം ചുറ്റുവട്ടം വെള്ളം പോകുക എന്ന് പറഞ്ഞാലും ചില സമയത്ത് വേലിയേറ്റം ഉണ്ടാകുന്ന സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം കെട്ടി ചിലപ്പോൾ നമുക്ക് കടന്നു പോകാൻ ഭയങ്കര ബ്ലോക്ക് വരെ ആകുന്ന അവസ്ഥകളുണ്ട്. ചിലയിടത്തോടെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. നമ്മൾ ഷൂ ഒക്കെ ഇട്ട് വന്നു കഴിയുമ്പോൾ ഷൂവിലൊക്കെ വെള്ളം കയറുമായിരുന്നാലും നമുക്ക് മാറിപ്പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ അത്രയ്ക്ക് വെള്ളമില്ല. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത്. മറ്റ് ജലങ്ങളിൽ നമുക്ക് പോകാൻ കഴിയാതെ നമുക്ക് അവിടെ നിന്ന് തിരിച്ച് വേറെ വഴിക്കൂടെ പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മിക്കവാറും ഇവിടുത്തെ ഇടനാഴികളിലെ അവസ്ഥ. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ യാത്ര അവസാനിപ്പിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു സൗത്ത് സൈഡിൽ മെയിൻ ലാൻഡിൻ്റെ ഏകദേശം അടുത്തായിട്ട് ബസ് സ്റ്റാൻഡുണ്ട്, ഒരു ഇൻ്റർസ്റ്റേറ്റ് ബസ് ടെർമിനലുണ്ട്. അവിടെ നിന്ന് നമ്മൾ റോമിന് തിരിക്കുകയാണ് രാത്രി. അപ്പോൾ അടുത്ത യാത്രയിൽ കാണാം. താങ്ക് യു സോ മച്ച്.